மூணார் வாகுவரை லக்கம் செட்டியார் காலனியில் வசிக்கும் மக்களை குடியிறக்கும் பொதுப்பணித்துறையின் முயற்சிக்கு எதிராக சிபிஐ கடும் எதிர்ப்புடன் முன்வந்துள்ளது. கடந்த எல்டிஎஃப் அரசின் காலத்தில் காலனியில் வசிக்கும் மக்களுக்கு பட்டயம் கொடுக்க வருவாய்த்துறை அமைச்சரின் தலைமையில் நடைபெற்ற கூட்டத்தில் தீர்மானம் எடுக்கப்பட்டதாகவும் தொடர்ந்து யுடிஎஃப் அரசு அதை நடைமுறைப்படுத்த தயாராக வேண்டும் என்று சிபிஐ தேவிகுளம் மண்டலம் செயலாளர் അഡ്വക്കേറ്റ് ചന്ദ്രപാൽ தெரிவித்துள்ளார். കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മൂന്നാർ വാഗുവര ലക്കം കോളനിയിൽ PWD റോഡ് വിഭാഗം അധികൃതർ ഒരു കത്ത് നൽകിയതായി അറിയാൻ സാധിച്ചു. അതായത് വാഗുവര ചെട്ടിയാർ കോളനി PWD അധീനതയിൽപ്പെട്ട ഭൂമി എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഒന്നോ രണ്ടോ കെട്ടിടങ്ങൾ അവിടെ ഉണ്ടായിരുന്നത് മാത്രമാണ് ഒരു വസ്തുതയായിട്ട് പറയാൻ സാധിക്കുന്നത്. ആ ഭൂമി പിന്നീട് അവിടുത്തെ തോട്ടത്തൊഴിലാളികൾ പലരും അവിടെ കൈവശം വയ്ക്കുകയും കഴിഞ്ഞ 60-70 വർഷമായി കൈവശം വയ്ക്കുകയും വീട് വെച്ച് താമസിക്കുകയും പഞ്ചായത്തിൽ നിന്നും കെട്ടിട നമ്പർ സഹിതം വാങ്ങി ഇപ്പം ആ ഭൂമി അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഭൂമിയിൽ നിന്നും അവിടുത്തെ നിവാസികളെ കുടിയിറക്കുവാൻ വേണ്ടി PWD അധികൃതർ ശ്രമിക്കുന്നത് തെറ്റായ നടപടിക്രമമാണ്. കാരണം കഴിഞ്ഞ 4 മാസം മുമ്പ് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി മൂന്നാർ സന്ദർശിക്കുന്ന വേളയിൽ RDOയുടെ ഓഫീസിൽ വെച്ച് അദ്ദേഹം ഒരു കമ്മിറ്റി കൂടി തീരുമാനമെടുക്കുകയുണ്ടായി. വാഗുവര ലക്കം SC കോളനിയിലെ നിവാസികൾക്ക് പട്ടയം നൽകണമെന്നും സാൻഡോസ് കോളനിയിലെ ജനങ്ങൾക്ക് പട്ടയം നൽകണമെന്നും ഒരു തീരുമാനം എടുക്കുകയുണ്ടായി. അതിൻ്റെ മിനിറ്റ്സിൻ്റെ പകർപ്പ് ബഹുമാനപ്പെട്ട സബ് കളക്ടറിന് കൈവശത്തുള്ളതാണ്. അപ്പം പട്ടയ നടപടികളെല്ലാം സ്വീകരിച്ചതിന് ശേഷം പുതിയ ഒരു നടപടിക്രമമായി PWDയുടെ ഭൂമിയാണെന്ന് വരുന്നത് അത് ജനങ്ങളെ മൊത്തം ആശങ്കയിൽ ആട്ടപ്പെടുന്ന ഒരു സമീപനമാണ്. അതുകൊണ്ട് അവിടുത്തെ നിവാസികൾ ഒരു കാരണവശാലും കുടിയിറക്കപ്പെടരുത്. അവിടെ താമസിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും ചെട്ടിയാർ കോളനിയിൽ താമസിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും പട്ടയം നൽകണമെന്നും അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയും തീരുമാനിച്ച ആ നടപടിക്രമങ്ങൾ പുനരാരംഭിക്കണമെന്നും ആ പട്ടയ നടപടികൾക്ക് വേഗത്തിൽ നടപടി സ്വീകരിച്ചുകൊണ്ടും അത് നടപ്പിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. PWD അധികൃതർ ഇനിയും അവരെ കുടിയിറക്കുവാനായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്ന് ഞങ്ങൾ അറിയിക്കുകയാണ്. അവിടുത്തെ ജനങ്ങളെ കുടിയിറക്കാനല്ല തീരുമാനിക്കേണ്ടത്, അവിടുത്തെ ജനങ്ങൾക്ക് പട്ടയം നൽകാനാണ് തീരുമാനിക്കപ്പെടേണ്ടത്. അതിനുവേണ്ടി ശക്തമായ സമരവുമായി ശക്തമായ പ്രക്ഷോഭവുമായി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുമെന്ന് ഞങ്ങൾ അറിയിക്കുന്നു. സഖാവ് കെ രാജൻ സ്വീകരിച്ച ആ നടപടിക്രമങ്ങൾ പുനരാരംഭിക്കണമെന്നാണ് നിലവിലുള്ള റവന്യൂ വകുപ്പ് മന്ത്രിയോടും ഈ UDF സർക്കാരിനോടും ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്.